May I have the lights, please? വിസിറ്ററിന്റെ തുടക്കത്തിനാണ് ഭദ്രദീപം കൊടുക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ ചടങ്ങ്. ആൻഡ് വേദിയിൽ വി ഹാവ് മേജർ രവി സർ, ദിലീപ് ഏട്ടൻ, ലിസൺ സ്റ്റീഫൻ സർ, സന്ദീപ് സേനൻ, അജു വർഗീസ്, നവ്യ ചേച്ചി, ധ്യാൻ ശ്രീനിവാസൻ, the director Rahul Muralidharan, writer Neetu Matthew, producer Abdul Ghaffur, co-producers Anup and Anil, Rahul Action Muralidharan sir, Ronnie David and Tanviran. Sorry, Tanvi is not there. So, നമുക്ക് തുടങ്ങാം. കുറെ അമ്മമാരും അതിനുള്ള കുറെ ആൾക്കാരൊക്കെ വിളിച്ച് അജു പറഞ്ഞതിന്റെ അജുവിന്റെ ഒരു ഗ്രൂപ്പുകാരൊക്കെ ചേർന്നിട്ട് പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡില് അടുത്ത ലാലേട്ടന്റെ ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതിൽപ്പെട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. ഇരുന്നു അത് അജു വർഗീസ് ആണെന്നുള്ള നമുക്ക് മനസ്സിലാക്കുക. റോമണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബിനാമി നിങ്ങൾ ബിനാമിയാണ്. റോമണി ചേട്ടൻ ഇപ്പോഴും ഒരു എസ് എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. സൂപ്പർമാൻ അല്ല, ഒരു ശ്വേത ചേച്ചിയാണ്. വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുമ്പോഴെന്ന് കേട്ടു. മോനെ അത് ഒരിക്കലും നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരും. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയോ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റാക്കി തീരൂ എന്നടങ്ങിയ ഭാഷയിൽ എന്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആകാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. അടുത്തതായിട്ട് പറയാനുള്ളത്, പ്രിയ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസൺ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അശ്വനും എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസൺ ചെയ്യാൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഫോണെടുത്ത് അതിനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ അദ്ദേഹം
ആനന്ദാശ്രയം ഒഴിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതൊരു മരപ്പൊട്ടൻ പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസൺ ചെയ്തതിന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പൊ ഞാൻ ചളിയിൽ സിനിമയൊന്നും പ്രൊഡക്ഷൻ ഒന്നും ചെയ്തില്ലേ എന്ന് വെച്ചിട്ടില്ല. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ അടുത്ത തിയേറ്റർ വ്യവസായത്തിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ മന്ത്രിയുടെ അറിഞ്ഞു അതിനുശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും സിനിമയുടെ എണ്ണം തോന്നുന്നു, എല്ലാ വർഷവും 5ഉം 10ഉം സിനിമ ചെയ്തത് ലിസിൻ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മടങ്ങി വരും, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥന കൊണ്ട് ലിസിൻ സ്റ്റീഫനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദിലീപേട്ടനും നൽകി. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല, അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പടത്തിൻ്റെ പൂജയുണ്ട്, മ്യൂസിക്സുണ്ട്, നവ്യുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ചേർന്ന് വരണം. ഞാൻ എന്ന് പറയുന്നത് ഞാൻ എങ്കിലോ വിനീതിനെ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീമേട്ടൻ്റെ മക്കൾ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീമേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീമേട്ടൻ്റെ ആ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യം. ധ്യാനെ ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, ഇങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ധ്യാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ തന്റെ നിലപാടിൽ ഉറച്ച് വളരെ സരസമായി സംസാരിക്കുന്നു. ധ്യാനിന്റെ ആശംസകൾ നേരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏറ്റവും എടുക്കാനായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത. പിന്നെ ധ്യാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയാതെ ഇതൊന്നും ഇന്നും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിൽ നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാരായിരിക്കും അല്ലേ. വലിയ സന്തോഷമുണ്ട് ഇതിന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്, ഈ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ഉപേക്ഷിച്ച്. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ഉപേക്ഷിച്ചിന് ലാലന്റെ മുമ്പിലാണ്. അതിനുശേഷം ഉപേക്ഷിച്ചോട് കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉപേക്ഷിച്ചത് പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായ മീൻസ് അതിൻ്റെ സിനിമ ചെയ്യാമെന്ന്. കേശു ഈ വീടിൻ്റെ നാടൻ എന്ന സിനിമയിൽ ഉപേക്ഷിച്ചത് ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് ഒരാൾ തന്നെയാണ് ഉപേക്ഷിച്ചത്. ചേച്ചിയോടൊന്നും വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ
സംവിധായകന്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ? അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നീട്ടു പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകട്ടെ, നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യം നന്മകളും നേരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.